ചോട്ടാ മുംബൈ ഫുൾ ലൊക്കേഷൻ തന്നെ ഫുൾ ഫണ്ണായിരുന്നു. കാരണം എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അതിൽ വേണ്ടിയിട്ട് ഞാൻ ചോട്ടാമുംബൈന് വേണ്ടിയിട്ട് ഞാൻ ഓട്ടോ ഓടിക്കാൻ പഠിച്ചു ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീടിൻ്റെ മുമ്പ് കൂടെയൊക്കെ ഞാൻ ഇപ്പം നമുക്ക് പരിചയമുള്ള ഒരു ഓട്ടോയിലാണ്. അപ്പോൾ അങ്ങോട്ട് ഓടിക്കും ഇങ്ങോട്ട് ഓടിക്കും അങ്ങനെ അതൊക്കെ പഠിച്ചു. എപ്പോഴെങ്കിലും ഇടിച്ചിട്ടുണ്ടോ? ഇടിക്കാൻ സാധ്യതയുണ്ട്, തട്ടിയിട്ടുണ്ടാവും പെട്ടെന്ന്. അപ്പോൾ പിന്നെ അത് ജസ്റ്റ് ഈ ഒരു എന്താ പറയാ, ഒരു സൈക്കിൾ കൈൻഡ് ഓഫ് ഒരു ബ്രേക്കിംഗ് ഒരു പാറ്റേൺ ആണല്ലോ ഓട്ടോന്. മറ്റേ കാറ് പോലെ ഇല്ലാത്തതുകൊണ്ട് വലിയ ഇതില്ല, പക്ഷെ എന്നാലും രസമായിരുന്നു. അതൊരു നല്ല മെമ്മറി ആയിരുന്നു. എൻ്റെ ഫൺ മെമ്മറി എന്ന് പറയുന്നത് എൻ്റെ ആ മേക്ക് ഓവർ തന്നെയായിരുന്നു. കാരണം ഞാൻ മൂവിയിൽ അഭിനയിക്കാൻ പോകാന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഈ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഡീഗ്ലാമറൈസ് മേക്കപ്പ് ചെയ്ത് നമ്മൾ എൻ്റെ ഉള്ളിൽ അപ്പോഴത്തെ കോൺസെപ്റ്റ് മേക്കപ്പ് ചെയ്യുന്ന ഭംഗിയാവാൻ വേണ്ടിയിട്ടല്ലേ ഫുൾ ഡീഗ്ലാമറൈസ് ചെയ്ത് ഫുൾ മുഷിഞ്ഞ മറ്റേ പൊടിയൊക്കെ ആക്കിയുള്ള ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് തന്ന് ഫുൾ മറ്റേ ഫേസൊക്കെ ഫുൾ കറുപ്പിച്ച് അങ്ങനെയൊക്കെ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഭയങ്കര ഇതെന്താ ഇങ്ങനെ എന്നുള്ളൊരു രീതിയായിപ്പോയി. അപ്പം ഞാൻ ഭയങ്കര ഡള്ളായി. പക്ഷെ അന്ന് കമൽ സാർ ഇങ്ങനെ പറഞ്ഞു, കാക്കൊത്തിക്കാവിലെ പൂമ്പതാളികൾ കണ്ടിട്ടുണ്ടോ, അതിൽ രേവതീനെ പോലത്തെ ഒരു ക്യാരക്ടറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ. അപ്പം എനിക്ക് ഒരു നമുക്ക് ഇഷ്ടമുള്ള ഒരു ആക്ട്രസിനെ പറ്റിയല്ലേ പറയുന്നതെന്നുള്ളൊരു സംഭവം. പക്ഷെ ആദ്യത്തെ ആ ഒരു ഡിസപ്പോയിൻമെൻറ്റ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് മിറർ നോക്കിയപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി. അതായത് ഒരു ബ്ലാങ്ക് ആയ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. അതൊരു ഫൺ മെമ്മറിയാണ് ഇപ്പോൾ എനിക്ക്.